ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൈ സ്റ്റാറ്റസ് എസ് എൻ അസാസിൻ സീരീസ് ഹീറോസിൻ്റെ എപ്പിസോഡ് നമ്പർ 7 ആണ്. ഇതുപോലെയുള്ള ആനിമെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സോ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവൻ ഔറമിനെ സൈഡിലേക്ക് മാറ്റും അവർക്ക് നേരെ എന്തോ മാജിക് ഉപയോഗിക്കും. ലിയ എണീച്ച് എൻ്റെ ബാരിയർ ഇല്ലാതായി. അക്കീര അവളോട് പുറകിലേക്ക് നിൽക്കാൻ പറയും. നീ പേടിക്കേണ്ട, എനിക്ക് ആ പെണ്ണിനോട് ഒരു ബിസിനസ്സുമില്ല. എന്നിട്ട് അമ്മയിലേക്ക് നേരെ ഒരു അറ്റാക്ക് വിടും. അത് കിട്ടി അവൾ തെറിച്ചു പോവും. അക്കീരയാണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. എനിക്കൊരിക്കലും കൊല്ലാൻ സാധിക്കില്ല. ഇത് ഉപയോഗിച്ച് അവളെ ഈസിയായി ക്യാരി ചെയ്യാം. അക്കീരയ്ക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്നുണ്ടാവും. അവനാണെങ്കിൽ അവരെ നോക്കി ചിരിക്കും. നൈറ്റ് മാസ്റ്റർ അവൻ പ്രൊവോക്ക് ചെയ്യുകയാണ്. അക്കീര, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അമീരിയെ പുറത്തെത്തിക്കുന്നതാണ്. ഞാനൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു പ്രിൻസസിനെ തട്ടിക്കൊണ്ടുവരുന്നതിൽ. അവരെന്നിട്ട് അവിടെ ചുറ്റും ബാരിയർ മാജിക് ഉപയോഗിക്കും. എനിക്കൊരിക്കലും ടൈം വേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അക്കീര, ഞാനിനി എന്ത് ചെയ്യും? ഞാനിപ്പോഴാണ് ഷാഡോ മാജിക് ഉപയോഗിച്ചത്. അതുകൊണ്ട് എൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. കോൺസെപ്റ്റ് പ്രസൻസും ഇപ്പോൾ നന്നായി വർക്ക് ചെയ്യുന്നില്ല. അമേലിയ അവിടെ കിടത്തും. അവൻ എൻ്റെ സർക്കംസ്റ്റാൻസസ് ഡിഫറൻ്റ് ആണ്. ഞാൻ ജപ്പാനിലായിരുന്നു, എന്നിട്ട് ഇവിടെ എത്തി. എൻ്റെ പേര് അബേ മാഹിറോ. എനിക്കത് പറയാൻ താല്പര്യമില്ല, പക്ഷെ നൈസ് ടു മീറ്റ് യു അക്കിര. ഇവനെന്താ പറയുന്നേ? ഇവനെന്താ ഡീമൺസിൻ്റെ കൂടെ? ഞാൻ നിന്നെ കൊന്ന് പ്രിൻസസിനെ കൊണ്ടുപോകാൻ പോവുകയാണ്. എനിക്കറിയാം നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ, പക്ഷേ ഗുഡ് ബൈ പറയാൻ സമയമായി എന്ന് പറഞ്ഞ് അക്കീരയെ അറ്റാക്ക് ചെയ്യും. അതിലൊരെണ്ണം അക്കീരയുടെ ദേഹത്ത് കൊള്ളും. അക്കീര അവന് നേരെ അറ്റാക്ക് ചെയ്യാനോടും. അവനും അക്കീരയെ അറ്റാക്ക് ചെയ്യും. അക്കീര അവൻ്റെ അറ്റാക്ക് വരുന്ന ഓരോ ഭാഗത്തും ഷാഡോ മാജിക് ഉപയോഗിക്കും. അന്നേരം അത് ഷാഡോയിലുള്ളിൽ പോവും. നിനക്ക് ഇൻട്രസ്റ്റിംഗ് മാജിക്കാണ് കിട്ടിയത്, പക്ഷേ നിൻ്റെ മാന തീരാനായിരിക്കുന്നു. എനിക്ക് നിൻ്റെ ഫുൾ പവറിൽ കാണണമെന്നുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കില്ല. എൻ്റെ ഒരുപാട് ടൈം ഇവിടെ വേസ്റ്റ് ചെയ്തു. അവൻ പിന്നെയും അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. ആ ബ്രേക്ക് എനിക്ക് കുറച്ച് സമയം ഹീലാവാൻ തന്നു എന്ന് പറഞ്ഞ് നൈറ്റ് അവിടേക്ക് വരും. ബ്ലാക്ക് കാറ്റോ, നീ അവൻ്റെ സൈഡിൽ പോയോ? എൻ്റെ പേര് നൈറ്റ്, എനിക്ക് താല്പര്യമില്ല ഇനി ഡീമൺ ലോഡിൻ്റെ സൈഡിൽ പോകാൻ. മാസ്റ്റർ, ഇതിനുള്ള സമയമായിരിക്കുന്നു. അക്കിര, നീ എന്താണ് പറയുന്നത്? ഇവനെ എനിക്ക് കൊല്ലണമെങ്കിൽ എൻ്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യണം. അക്കിര, ഞാനത് റെഫ്യൂസ് ചെയ്യുന്നു. മാഹിറോ, നിങ്ങൾ എന്താണ് സീക്രട്ടായി സംസാരിക്കുന്നത്? ഇത് നിങ്ങളുടെ അവസാന കോൺവെർസേഷൻ ആയിരിക്കും. അക്കിരയും അവനോട് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങും. ഞാനൊരിക്കലും നിൻ്റെ ലൈഫ് പോകാൻ അനുവദിക്കില്ല. നൈറ്റ് എന്നിട്ട് സാറിൻ്റെ രൂപമെടുക്കും. ഇത് ഒരേ ഒരു പ്രാവശ്യമാണ് ഷേപ്പ് ഷിഫ്റ്റ് ആയത്. അത് എൻ്റെ റൈവലിൻ്റെ. മാസ്റ്റർ, എനിക്ക് ഫോം അധിക നേരം ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം. മാഹിറോ എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി സാറിന് ഒരു ഹാമർ ഉണ്ടാക്കും. അക്കിരയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. മാഹിറോയും ഒരു ബാരിയർ ഉണ്ടാക്കും. അത് രണ്ടും കൂട്ടിയിടിച്ച് രണ്ടും ഇല്ലാതാവും. മാഹിറോ സ്റ്റോം റൂളർ ഉപയോഗിച്ച് അവരെ നിർത്താതെ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ഹീറോ അവൻ്റെ ഷാഡോ ഗ്ലാഡ് സ്കിൽ ഉപയോഗിച്ച് ഒരുപാട് അറ്റാക്ക് ചെയ്യും. അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെടും. അവിടേക്ക് സാറിനും അവർ രണ്ടുപേരും ഒരുമിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. അക്കിര ചിന്തിക്കും, ഇപ്പോഴെൻ്റെ അടുത്ത് സാറൻ ഉള്ളതുപോലെയുണ്ട്. അങ്ങനെ അവസാനം അക്കിരയുടെ ഒരു അറ്റാക്ക് മാഹിരയുടെ ദേഹത്ത് കൊള്ളും. നൈറ്റ്, എൻ്റെ ഷേപ്പ് ഷിഫ്റ്റ് തീരാറായി. അക്കിര, പ്രശ്നമില്ല, ഇത് എൻ്റെ അടുത്ത മൂവിന് എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അക്കിര, നമുക്ക് മാജിക് സർക്കിൾ ഒക്കെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അക്കിരയുടെ വായിൽ നിന്ന് ബ്ലഡ് വരിക. നോക്കുമ്പോൾ അമേലിയ അവനെ കുത്തിയിരിക്കുന്നു. പിന്നീട് അമേലിയ അവൻ്റെ വയറ്റിൽ നിന്ന് കൈയെടുത്ത് കരയും. ഇത് കണ്ട് മാഹിറോ ചിരിക്കുന്നുണ്ടാവും. ബാക്കിയുള്ളവർ ഇത് കണ്ട് തരിച്ചു നിൽക്കും. അക്കിര കുത്തേറ്റ് വീഴും. അമേലിയ അത് കണ്ട് അക്കിര എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരയും. ഇത് ഒരിക്കലും നിൻ്റെ തെറ്റല്ല. നൈറ്റ് അവിടേക്ക് ഓടി വരും. ഈ സ്പെല്ല് അവൻ നേരത്തെ നിൻ്റെ ദേഹത്ത് കാസ്റ്റ് ചെയ്തിരുന്നു. അക്കിര, എനിക്കിപ്പോൾ മരിക്കാൻ താല്പര്യമില്ല. ഞാനൊരിക്കലും നിൻ്റെ അടുത്ത് അമേലിയെ തരില്ല. എനിക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അവർ അക്കിര എന്ന് വിളിച്ച് കരയും. എനിക്ക് കമാൻഡർ സാറിനെ കൊന്നവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. മാസ്റ്റർ, എൻ്റെ വുഡ് ഹീലാവും. അത് തന്നാലേ ഷാഡോ മാജിക്കിനെ എൻഗേജ് ചെയ്യും. റിക്കവറി ബൂട്ട് എന്നൊരു വോയിസ് പറയും. അക്കിര ഹീലാവാൻ തുടങ്ങും. ഞാൻ ഇത് അന്ന് കണ്ട സാധനമാണല്ലോ. മാഹിറോ അവനെ അറ്റാക്ക് ചെയ്യുമെങ്കിലും അത് അക്കിരയുടെ ദേഹത്ത് കൊള്ളില്ല. ഹീലിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് അക്കിര വായുവിലേക്ക് ഉയരും. ഇത് കണ്ട് അവർ തരിച്ചു നിൽക്കും. കോമ്പാക്റ്റ് മോഡിൻ്റെ ടാർഗറ്റ് ഡീമൺ മാഹിറോ ക്ലാസ് മാജിക് ക്രാഫ്റ്റർ എൻഗേജ് ഇൻ കോമ്പാക്റ്റ് എന്ന വോയിസ് പറയും. ഇതൊക്കെ കണ്ട് അവൻ മരിക്കുകയെന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യുമെങ്കിലും അത് അക്കിരയുടെ ദേഹത്ത് കൊള്ളില്ല. അക്കിര ഷാഡോ മാജിക് വെച്ച് അവനെ കെട്ടിയിടും. നിന്നെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുകയാണോ? വാണിംഗ്, അമ്മേലിയുടെ ദേഹത്തുള്ള സ്പെൽ ഇറേസ് ചെയ്യൂ. അവൻ വാണിങ്ങോ? നിങ്ങൾ ഹ്യൂമൻസിന് ഡീമൺസുമായി കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അത് നിനക്ക് ഒരിക്കലും അസംഷൻ ചെയ്യാൻ സാധിക്കില്ല.
ഹാർഡ് വർക്കിന് ഒരിക്കലും റിവാർഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ വേൾഡ് സിമ്പിളാണ്. പക്ഷേ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഗിവ് അപ്പ് ചെയ്യുന്നത് തെറ്റാണ്. അവൻ നീ ഇനി എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് എന്തോ മാജിക് ഉപയോഗിക്കും. അമേലിയുടെ കാൽ അനക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അവളെ രക്ഷിക്ക്, എന്നിട്ട് മരിക്ക്. അക്കിര പോയി അമേലിയുടെ ദേഹത്ത് ചാടും. ആ ഏറോ അക്കിരയുടെ തൊട്ടടുത്തെത്തി ഇല്ലാതാവും. ക്രോ, ഞാനത് ചെയ്തു. ലിയ, മാസ്റ്റർ ക്രോ, അവർ നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ക്രോ താഴേക്ക് വരും. ഞാൻ ചിന്തിച്ചിരുന്നു, ബീസ്റ്റ് വോക്കിൽ ഹ്യൂമൻസ് ഉണ്ടായിട്ട് സെഞ്ചുറിയിൽ കൂടുതലായി. നീ മരിച്ചിട്ടില്ല ക്രോ. ഞാൻ ഒരിക്കലും എൻ്റെ പവറിൻ്റെ പീക്കിലല്ല. പക്ഷേ എനിക്ക് നിന്നെ അറിയാം. എനിക്കൊരിക്കലും എൻ്റെ എഡ്ജ് പൂർണ്ണമായും പോയിട്ടില്ല. ഓ, നീയാണ് എൻ്റെ മാജിക് ഫുള്ളും ഇൻസ്റ്റൻറ്റ് ഡിസ്പെൽഡ് ചെയ്തത്. മാഹിറോ എന്നിട്ട് ടെലിപ്പോർട്ടേഷൻ സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് പോവും. ലിയ, ഞാനൊരിക്കലും നിങ്ങൾ ഇവിടെ വരുമെന്നും പ്രതീക്ഷിച്ചില്ല. അക്കിര, നിനക്കെങ്ങനെ ആ ഡീമണും ലിയയും ഇവിടെയുണ്ടെന്ന് അറിയാം? നിനക്കാദ്യം റെസ്റ്റാണ് വേണ്ടത്. അക്കിര അവിടെ തളർന്നു വീഴും. പിന്നീട് ക്രോയുടെ വീട്ടിൽ അക്കിര എഴുന്നേൽക്കും. എത്ര സമയമായി ഞാൻ ഉറങ്ങുന്നു? 3 ദിവസം. അമേലിക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നീ ഉണർന്നോ എന്ന് പറഞ്ഞ് ക്രോ അവിടേക്ക് വരും. നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ലിയയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ ഓക്കെയാണ്. ഞാൻ അവളെ അവളുടെ സ്ഥലത്തേക്ക് അയച്ചു. എനിക്ക് അവളോട് താങ്ക്സ് പറയണമായിരുന്നു. ഇനി എപ്പോഴാണ് കാണുന്നത് എന്നറിയില്ല. ക്രോ, നിങ്ങൾക്ക് ഇപ്പോൾ അകത്തേക്ക് വരാം. അക്കിര അവരെ കണ്ട് ഷോക്കാവും. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ? അത് അവൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഹീറോസിൻ്റെ പാർട്ടി ലെവലപ്പ് ആവുന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അതിന് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നു. അതിന് അനുയോജ്യമായ വെപ്പൺസ് തേടി. അവസാനം ഞങ്ങൾ നിന്നെ കണ്ടുപിടിച്ചു അക്കിര. ക്യൂസൊക്കെ, നിങ്ങളും ആ സ്ഥലം വിട്ടോ. ചില അസഹിനിയെ കൺട്രോൾ ചെയ്ത് എല്ലാവരുടെയും ക്രേസിൽ നിന്ന് ഫ്രീ ആക്കി. എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഞാൻ കേഴ്സിൻ്റെ പിടിയിലാണെന്ന്. എനിക്ക് നിന്നോട് നിൽക്കണം അക്കിര. ഞാൻ കേട്ടു നീയാണ് എൻ്റെ ദേഹത്തുള്ള കേഴ്സ് ഇല്ലാതാക്കിയതെന്ന്. അതിന് നന്ദി. പിന്നീട് അക്കിരെ ഡ്രസ്സൊക്കെ മാറ്റി. എനിക്ക് അത്ഭുതമുണ്ട് നിനക്ക് ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നത് ഓക്കെയാണെന്നുള്ളതിൽ. ഞാൻ അധികകാലം ഒരു നൈറ്റായി ഉണ്ടാവില്ല, ഫയറാവും. ഞങ്ങൾ നിന്നെ കാണാൻ ഇത്രയും കാലം കാത്തു നിൽക്കുകയായിരുന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് കയറും. ഞാൻ അക്കിരയോടാണ് ചോദിച്ചത്, അല്ലാതെ നിന്നോടല്ല നൈറ്റ്. അങ്ങനെ അവർ അടിയുണ്ടാക്കാൻ പോകുമ്പോൾ അക്കിര അവരെ സമാധാനിപ്പിക്കും. അക്കിര, ആദ്യം നിങ്ങൾ റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കാം. പക്ഷേ എന്താണ് നിങ്ങളുടെ പ്ലാൻ? നമ്മൾക്ക് ഡീമൺ ലോർഡിനെ ഡിഫീറ്റ് ചെയ്യണം. നൈറ്റ്, എന്നാൽ നിങ്ങൾ ജീവനോടെ തിരിച്ചു പോവില്ല. അവർ അത് കേട്ട് ചൂടായി. ഈ പൂച്ച എന്താണ് പാടുന്നത്? അക്കിര അവരെ സമാധാനിപ്പിച്ച് നൈറ്റിനെ പുറത്ത് വിടും. നിങ്ങൾ എന്തിനാണ് ഡീമൺ ലോർഡിനെ ഡിഫീറ്റ് ചെയ്തത്? നിങ്ങൾക്ക് ലെജൻഡ്സ് ആവാനാണോ? ഞാനത് ചിന്തിച്ച് ടിങ്കിങ്ങുമായി ഒരു നെഗോഷിയേഷൻ നടത്തിയിരുന്നു. അവൻ പറഞ്ഞത് ഡീമൺ ലോർഡിനെ ഡിഫീറ്റ് ചെയ്താൽ തിരിച്ച് നമുക്ക് നമ്മുടെ വേൾഡിൽ ആക്കുമെന്നാണ്. അവരാണ് നമ്മളെ സമൺ ചെയ്തത്. അതുകൊണ്ട് തിരിച്ചു പോകാനുള്ള വഴിയും അവർക്ക് അറിയാമായിരിക്കും. അതിന് ഞങ്ങൾക്ക് നിൻ്റെ സഹായം വേണം അക്കിര. എനിക്ക് മറ്റു പല കാര്യങ്ങളുമുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും ആ ഡീലിനോട് വിശ്വാസമില്ല. അവരാണ് കേഴ്സ് ഉപയോഗിച്ച് ജനങ്ങളെ കൺട്രോൾ ചെയ്തതും കമാൻഡർ സാറിനെ കൊന്നതും. വേറെ എന്തെല്ലാം പ്രശ്നമാണ് കാണുന്നത്? അക്കിര ലിയെ പറഞ്ഞത് ഒന്ന് ഓർക്കും. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. അവർ വേറെ എന്ത് വഴിയുണ്ട്? നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. അതെ, എനിക്കും തിരിച്ചു പോകണം. അത് കേട്ട് അമേലിയ സങ്കടപ്പെടും. സെക്കൻഡ് ഗ്രേഡ് ഡീമൺസിന് ടെലിപ്പോർട്ടേഷൻ സർക്കിൾ ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് നമ്മുടെ വേൾഡിലേക്ക് പോകുവാനുള്ള എന്തെങ്കിലും അറിയുമോ? അതിനൊരു ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ടീമപ്പ് ചെയ്യില്ല. ഞാനൊരു ബേബി സിറ്റൊന്നുമല്ല. എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഉപകാരപ്രദമായതിനെ ഞാൻ തിരഞ്ഞെടുക്കൂ. അപ്പോൾ അമേലിയ അവിടുന്ന് പോവും. നിങ്ങൾ നല്ലോണം ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് അക്കിര അവിടുന്ന് പോവും. ജിലസ്, ഞാൻ ക്രോയോട് നമുക്ക് വേണ്ട വെപ്പൺസിനെ കുറിച്ച് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരും പോവും. അവനൊരുത്തൻ അവൻ എത്ര ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ പറയും. ഞാൻ ചിന്തിച്ചിരുന്നു, അവനോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുമെന്നതിൽ. നിനക്ക് അവനെ അറിയാലോ. നമ്മൾക്ക് അവന് മുമ്പിൽ നമ്മുടെ സെൽഫ് തെളിയിക്കണം. പിന്നീട് അമേലിയ ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. അവിടെ ഈ അമേലിയ എന്ന് വിളിച്ച് അക്കിരയും വരും. എനിക്ക് സങ്കടമുണ്ട് എൻ്റെ കൈ കൊണ്ട് നിന്നെ കുത്തിയതിൽ. അക്കിര, അത് നീ ചെയ്തതല്ല. എനിക്ക് അതിനെ ഓർത്ത് കുറ്റബോധമുണ്ട്. നീ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ മറക്കുമോ? നീ പോയാലേ നീ സേഫ് ആവുകയുള്ളൂ. അക്കിര, എനിക്ക് നിന്നെ അങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല. അമേലിയ വേൾഡായി ഉപയോഗിച്ച് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അവർ അവരുടെ മൈൻഡ് ഇൻസ്റ്റൻറ്റിൽ ചേഞ്ച് ചെയ്യും. എനിക്കറിയില്ല നിനക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന്. എനിക്ക് ഫ്യൂച്ചറും പറയാൻ സാധിക്കില്ല. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ വേൾഡിൽ ആളുകളുടെ ലെഫ്റ്റ് ഹാൻഡിൽ 3ാമത്തെ വിരലിൽ റിങ് ഇടുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലും ഒരു മുറിവിടും. ഐ ലവ് യു അമേലിയ. ഇത് കണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അക്കിരയെ കെട്ടിപ്പിടിക്കും. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അക്കിര. അവളുടെ കയ്യിലും അക്കിരയുടെ കയ്യിലെ പോലെ റിഗിൻ്റെ ഷേപ്പിൽ മുറിക്കും. എനിക്ക് നിൻ്റെ ആഗ്രഹം എപ്പോഴും അറിയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ ബൈ.